നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവജനം ഷെയർ ചെയ്യാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കാം. സങ്കീർത്തനം 11:3. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? ഇൻ ദ ഫൗണ്ടേഷൻസ് ബി ഡിസ്ട്രോയിഡ്, വാട്ട് ക്യാൻ ദ റൈച്ചസ് ഡു? പ്രിയരെ, ഇന്ന് നമ്മൾ ഈ വായിച്ച തിരുവെഴുത്തിൽ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ എന്ന ഒരു വചനമാണ് നമ്മൾ വായിച്ചത്. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനം എന്നതുകൊണ്ട് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഒന്നിനെയാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു വീടിന് അടിസ്ഥാനമുണ്ട്, അതിൻ്റെ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ ആ വീട് നിലനിൽക്കുകയില്ല. ജീവിതത്തിൽ മനുഷ്യർക്ക് അടിസ്ഥാനമായ പല കാര്യങ്ങളുണ്ട്. ചിലരുടെ അടിസ്ഥാനം സാമ്പത്തികമായ അടിസ്ഥാനമുണ്ട്. അതുപോലെ ജീവിതത്തിൻ്റെ ചില ബന്ധങ്ങൾ, അടിസ്ഥാനമുള്ള ചില ബന്ധങ്ങളുണ്ട്. ഇതെല്ലാം അടിസ്ഥാനത്തിൽപ്പെട്ട കാര്യങ്ങളായിട്ട് കാണുന്നു. എന്നാൽ അടിസ്ഥാനങ്ങൾ വീണുപോയാൽ നീതിമാൻ എന്തു ചെയ്യും എന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ജീവിതത്തിൽ പ്രതിസന്ധികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. വലിയ പ്രതിസന്ധികളെക്കുറിച്ച് ബൈബിളിൽ വായിക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് നിൽക്കണമെങ്കിൽ നല്ലൊരു അടിസ്ഥാനം നമുക്കുണ്ടാകും. ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ കഴിയുകയില്ല. ബൈബിളിൽ 2 അടിസ്ഥാനത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, മണലിന്മേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ഒരു വീട്. 2, പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ഒരു വീട്. ഈ 2 വീടുകളുടെ മുകളിലും പ്രതിസന്ധി ഒരുപോലെയായിരുന്നു. മണലിന്മേൽ പണിതതിനും പാറമേൽ പണിതതും രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള പണിയാണ്. മണലിന്മേലുള്ള പണി പെട്ടെന്ന് പണി തീരും, പെട്ടെന്ന് വാനമെടുത്ത് പെട്ടെന്ന് ഫൗണ്ടേഷൻ ഇട്ട് പെട്ടെന്ന് പണി തീരും. പക്ഷെ പാറമേലുള്ള പണി എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് തീരുകയില്ല. അതിന് സമയമെടുക്കും. ഒരുപാട് സമയമെടുത്താണ് അത് പണിയുന്നത്. പെട്ടെന്ന് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വന്നേക്കാം, പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം. എന്നാൽ അത് ബലവത്തായി നിലകൊള്ളണമെന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ വളരെ ലേറ്റായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. എന്നാൽ അത് വളരെ ബലവത്താണ്. സമയമെടുത്ത് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഒരു വീട് പണിയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഉപമ പറയുമ്പോൾ കർത്താവായ യേശു പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങളെ കേട്ടിട്ട് അപ്രകാരം ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത മനുഷ്യന് സദൃശ്യമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പണിയപ്പെടുന്നത് ഏതിൻ്റെ മുകളിലാണ്, എങ്ങനെയാണ് എന്ന് നമ്മളെ തന്നെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നമ്മൾ താൽക്കാലികമായ ഒരു പണിയിലാണോ നമ്മൾ പെട്ടുകിടക്കുന്നത്? അതോ നിലനിൽക്കുന്നതാണ്? തിരുവെഴുത്ത് പ്രകാരം നമുക്ക് ദൈവവചനത്തെ മനസ്സിലാക്കിക്കൊണ്ട് അടിസ്ഥാനങ്ങളെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. യഥാർത്ഥ അടിസ്ഥാനമെന്ന് ബൈബിളിൽ ഉദ്ദേശിക്കുന്നത് 1 കൊരിന്ത്യലേഖനം 3:11 പറയുന്നു, യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ആത്മീയത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന ഫൗണ്ടേഷനിൽ പണിയപ്പെടാത്ത ഒരു വീട് നിലകൊള്ളുകയില്ല. ക്രിസ്തു എന്ന ഫൗണ്ടേഷനിൽ പണിയാത്ത ഒരു വ്യക്തിയും ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുകയില്ല. താൽക്കാലികമായ ഉയർച്ചകളും താൽക്കാലികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും ഒക്കെ പെട്ടെന്ന് ഉയർന്നു വന്നേക്കാം. എന്നാൽ അടിസ്ഥാനപ്പെട്ട് പണിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് എത്ര പ്രതിസന്ധി വന്നാലും എത്ര പ്രതികൂലങ്ങൾ വന്നാലും അതിനെ തകർക്കുവാൻ കഴിയില്ല. കാര്യം അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണോ? നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ മേലാണ് നമ്മൾ പണിയപ്പെടുന്നതെങ്കിൽ അത് ബലവത്തായിരിക്കും. എഫേസ്യർ 2:20 പറയുന്നു, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ക്രിസ്തു ഒരു മൂലക്കല്ലായി ഇരിക്കുമ്പോൾ തന്നെ അതിനോട് ചേർന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന ആ അടിക്കല്ലിന്മേൽ പണിതു വരുന്ന ഒരു ആത്മീയ കെട്ടിടത്തെ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു വരികയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ അടിസ്ഥാനത്തിലാണോ
നമ്മൾ പണിയുന്നത് എന്ന് നമ്മളെ തന്നെ പരിശോധിച്ച് നമുക്ക് അപ്രകാരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പ്രിയരെ, ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടിസ്ഥാനം നിലകൊള്ളുന്നു എന്നുള്ളതാണ്. 2 തിമോഥെയോസ് 2:10 പറയുന്നു, എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിൻ്റെ മുദ്ര. ഇന്ന് ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലകൊള്ളുന്നു. അത് വീഴുകയില്ല, അത് തകരുകയില്ല. ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനമാണ്. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നുള്ളതാണ് ആ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നീതിമാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. നീതിമാന് ഉറപ്പുള്ള ഒരു പാറമേലാണ്, ഉറപ്പുള്ള ഒരു അടിസ്ഥാനത്തിൽ മേലാണ് നിലകൊള്ളുന്നത്. അത് ക്രിസ്തു എന്ന അടിസ്ഥാനമാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, ആ നീതിമാനായിരിക്കുന്ന വ്യക്തി ക്രിസ്തു എന്ന സ്ഥിരമായ അടിസ്ഥാനത്തിൽ പണിയുമ്പോൾ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിന് മുദ്ര. നമ്മുടെ ജീവിതയാത്രയിൽ അനീതിയോട് നമുക്ക് കൂട്ടുചേർന്ന് ജീവിക്കാൻ കഴിയില്ല. അനീതി വിട്ടകലുന്ന ഒരു വ്യക്തി ജീവിതമായിട്ട് തീരുവാനാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ അടിസ്ഥാനം എന്താണെന്നും ആ അടിസ്ഥാനത്തിലാണോ നമ്മൾ പണിയുന്നതെന്നും ആ അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്നൊരു വ്യക്തി നീതിമാനായി ഇരിക്കണമെന്നും നീതിമാൻ കുലുങ്ങിപ്പോകാതെ എന്നേക്കും നിലകൊള്ളണമെങ്കിൽ അനീതി വിട്ടകന്നുകൊണ്ട് ഉള്ളൊരു ജീവിതമായിരിക്കണമെന്നും ഇന്ന് തിരുവെഴുത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയരെ, ക്രിസ്തു എന്ന ആ നല്ല അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് ആ ദൈവകൃപയിൽ വളരുവാൻ, പണിയപ്പെടുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവിക സമാധാനം നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.